നാടകാഭിനയ രംഗത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തും പേരാമംഗലത്തിൻ്റെ പേര് മുഴങ്ങിക്കേൾക്കുന്നതിന് കാരണം ടോണി പേരാമംഗലം എന്ന അനുഗ്രഹീതനായ നടനാണ്. അരങ്ങിൽ അനവധി വേഷങ്ങൾ പകർന്നാടി 3 പതിറ്റാണ്ടോളം എത്തി നിൽക്കുകയാണ് ഇദ്ദേഹം. അഭിനയ രംഗത്തേക്കുള്ള കടന്നുവരവിനെക്കുറിച്ചും വിവിധ നാടക സമിതികളുടെ ഭാഗ്യരാശിയുള്ള മുഖ്യ നടനായി അരങ്ങിൽ നിന്നും അരങ്ങിലേക്കുള്ള യാത്രകളുടെ അനുഭവങ്ങളും ATK ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ് ടോണി പേരാമംഗലം. നാടകം നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഫാദർ പഴയ കാല നാടക നടനായിരുന്നു. പേരാമംഗലത്തെ അറിയപ്പെടുന്നൊരു നടനായിരുന്നു ഫാദർ. ജോണിപ്പൻ എന്നാണ് നാട്ടിലറിയുക, ലോനപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പണ്ട് ഇവിടെ ഒരു അമേച്ചർ നാടകങ്ങൾ ഒരുപാട് പേരാമംഗലത്ത് കളിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ തൃശ്ശൂർ LC പോലുള്ള വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇവിടുത്തെ നാട്ടിലുള്ള ചേട്ടന്മാർ ചേർന്ന് നാടകം കളിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ട് എൻ്റെ മൂത്ത ചേട്ടൻ ജോസഫ് ചേട്ടൻ CL ജോസ് ചേട്ടൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം നാടകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എല്ലാവരും ഫാമിലിയിലെ നാടകം, എൻ്റെ പെങ്ങൾ ഷീല ചേച്ചി ഡാൻസും ഒക്കെ ആയിട്ട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും നാടകവും ഡാൻസും ഒക്കെ ആയി ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്കും അതിനോട് വലിയൊരു ആഗ്രഹം വന്നു. പിന്നെ പള്ളികളിലും മറ്റേ CLC സംഘടനകളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങളിവിടെ അപ്പച്ചൻ്റെ ജോലി മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ചിയ്യാരം മുനിസിപ്പൽ ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ ചെറുപ്പം ഉണ്ടായിരുന്നത്. അന്ന് അവിടെ സേവനാലയം എന്ന് പറയുന്ന പള്ളി അതിപ്പോഴും ഉണ്ട്. അവിടെ ഒരു മഠം ഉണ്ടായിരുന്നു അതിൻ്റെ ചേർന്ന്. മഠത്തിലെ സിസ്റ്റേഴ്സ് ഞങ്ങളതിനെ CLC സംഘടനയിൽ ചേർത്ത് ചെറുപ്പത്തിലെ 4ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ മത്സരങ്ങൾ, മോണാക്ട്, മിമിക്രി, അങ്ങനെ ഏകാഭിനയത്തിൻ്റെ എല്ലാ വശങ്ങളിലും പഠിപ്പിച്ചു തരും. ഞങ്ങളെ മത്സരത്തിന് കൊണ്ടുപോകും. അപ്പോൾ വീട്ടിലെ എല്ലാവരുടെ പ്രോത്സാഹനവും പിന്നെ എനിക്കതിനോടുള്ള അമിതമായ ആഗ്രഹവും തുടർന്ന് സ്കൂളിലെത്തിയപ്പം സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെ സ്കൂളിലും നാടകം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ SN ബോയ്സ് ഹൈസ്കൂളിലെ സ്ഥിരം സ്റ്റേറ്റ് വരെ പോയിരുന്ന ഒരു പ്രദീപ് ചേട്ടനുണ്ട്. അദ്ദേഹം നാടകം പഠിപ്പിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയും അത് കണ്ട് എന്നോട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നു. അതിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ നാടകം അവതരിപ്പിക്കാൻ 2 ദിവസം മുമ്പ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി സൈക്കിളിൽ വന്ന് വീണ് കാലൊടിഞ്ഞപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് ചോദിച്ചു ആ കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് പ്രതിവേട്ടൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ ധൈര്യത്തോടു കൂടി, കാരണം പ്രോംപ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ അറിയായിരുന്നു. അത് അന്ന് ഞാനാണ് ആ നാടകം സ്കൂളിൽ അവതരിപ്പിച്ചത്. ജില്ല വരെ പോയി. അവിടെ നിന്ന് നാടകമായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. നാടക നടനാവുക, ചേട്ടനെ പോലെ അല്ലെങ്കിൽ അപ്പനെ പോലെയൊക്കെ അറിയപ്പെടുന്നൊരു നാടകക്കാരനാവണം എന്നുള്ളൊരാഗ്രഹം. അപ്പം അത് മനസ്സിൽ വെച്ച് നടന്ന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ചെറിയ ചെറിയ അമേച്ചർ നാടകങ്ങൾ കളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ചെറിയൊരു ജോലി ലിയോ ടോയ്സിൻ്റെ തൃശ്ശൂർ ജില്ലാ റെപ്രസെൻറ്റേറ്റീവായി നടക്കുമ്പോഴും നാടക വണ്ടികൾ പോകുമ്പോൾ ബസ്സിൽ നിന്ന് എത്തി നോക്കുക, നാടകക്കാരെ കാണാൻ ആഗ്രഹിക്കുക. ആ ഒരു ജ്വരം മനസ്സിൽ കിടന്ന് അമേച്ചർ നാടകങ്ങൾ കളിച്ച് നടക്കുമ്പോൾ പ്രൊഫഷണൽ നാടകം സമിതികളുടെ പോസ്റ്ററൊക്കെ ഞങ്ങൾക്ക് വലിയൊരു കൊതിയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പേരാമംഗലത്തേക്ക് ഞങ്ങളുടെ വീണ്ടും താമസം കൂടാക്കി ഇവിടെയുള്ള ക്ലബിലെ പിള്ളേരൊക്കെ വെച്ച് ഞങ്ങൾ ചെറിയൊരു സമിതി തട്ടിക്കൂട്ടി പോസ്റ്ററിൽ ഫോട്ടോ വരാനുള്ള ആഗ്രഹം, അത് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് തുടങ്ങി. അമല ഹോസ്പിറ്റലിൽ അവിടെയുള്ള ശശി എടശ്ശേരി എന്ന് പറഞ്ഞ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യും. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ സദ്ഗമയ എന്ന് പറയുന്ന നാടക സമിതി നടത്തുന്നുണ്ട്. ശശിയുടെ സപ്പോർട്ടോടുകൂടി കുറച്ചും കൂടി തൃശ്ശൂരായി ബന്ധപ്പെട്ട് നാടകക്കാരെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിചയപ്പെടാനും അവരുടെ നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഗുരുവായൂർ ബന്ധുര എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പെട്ടെന്ന് ഒരാൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ, അത് പ്രൊഫഷണലി അറിയപ്പെടുന്ന കേരളത്തിലെ ട്രൂപ്പാണ്. അന്നത്തെ ആ സീസണിലെ ഏറ്റവും ഹിറ്റ് നാടകം അറിവിൻ്റെ തമ്പുരാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനപ്പോൾ തൃശ്ശൂരിലെ തന്നെ ചെറിയൊരു നാടക സമിതി ഞാൻ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ അനുവാദത്തോടുകൂടി ഞാൻ പകരം പോയി കളിക്കുകയും തുടർന്ന് ബന്ധുരയുടെ ഒരു ഭാഗമായി അവരുടെ പുതിയ നാടകങ്ങൾ അഭിനയിച്ചു. ആ നാടകം ഈ അറിവിൻ്റെ തമ്പുരാൻ ഡയറക്റ്റ് ചെയ്ത് കരകുളം സാറും ഫ്രാൻസിസ് സാറാണ് എഴുതിയിരുന്നത്. അന്ന് പകരക്കാരനായി ചെന്ന ഞാൻ പിന്നത്തെ വർഷം രാജൻ കിഴക്കണ്ണൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പാഴൂർ പടിപ്പുര എന്ന് പറഞ്ഞ നാടകത്തിൽ വ്യത്യസ്തമായ 4 ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാറ് എനിക്ക് അനുവാദം തന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ നടൻ ശിവജി ഗുരുവായൂരിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ആ കഥാപാത്രത്തെ
ചെയ്യാൻ കഴിഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ 28 വർഷമായി. പ്രൊഫഷണലിനെ കേരളത്തിലെ അറിയപ്പെടാവുന്ന ഗുരുവായൂർ ബന്ധുര തൊട്ട് വടകര വരദ, കോഴിക്കോട് സങ്കീർത്തന, എറണാകുളം സാരസ്വത, തിരുവനന്തപുരം സൗപർണിക, ഇപ്പോൾ പിന്നെ കൊല്ലം വയലാർ നാടകവേദി, ഇപ്പോൾ തിരുവനന്തപുരം നവോദയ എന്ന് പറയുന്ന സുകുമാരി നാടകത്തിൽ വന്ന് നിൽക്കുന്നു. 28 വർഷത്തിന്റെ അരങ്ങ് ജീവിതത്തിൽ നാടകമേഖലയിലെ അസുലഭമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ടോണി പേരാമംഗലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച നാടക സമിതികളിലും സംവിധായകരോടൊപ്പവും പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഏകദേശം ഒരു 28 വർഷത്തിനിടയ്ക്ക് ഒരു 5600-ൽ പരം വേദികളിൽ നാടകം കളിക്കാനുള്ള അവസരം കിട്ടി. മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഞാൻ വന്ന കാലഘട്ടം തൊട്ട് ഇതുവരെയുള്ള ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരുടെ കീഴിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കീഴിലും നാടകം പഠിക്കാനും അവരുടെ എന്താ പറയുക ആഗ്രഹത്തിനൊത്ത് വേഷങ്ങൾ ചെയ്യാനും സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും നാടകാഭിനയം തുടരുന്നു. എൻ്റെ ഉപജീവന മാർഗം നാടകാഭിനയമാണ്. എൻ്റെ ഇതുവരെ എത്തിച്ചതും നാടകം എന്ന ആ കലയോടുള്ള അമിതമായ ആഗ്രഹവും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഒരുപാട് പേരുടെ എന്താ പറയുക പ്രോത്സാഹനം, പ്രത്യേകിച്ച് പ്രേക്ഷകരില്ലെങ്കിൽ നമ്മളില്ല, ഞാനില്ല. പ്രേക്ഷകരുടെ ഒരു പ്രോത്സാഹനം, വീട്ടുകാരുടെ പ്രോത്സാഹനം, പേരാമംഗലം എന്ന നാടിൻ്റെ പ്രോത്സാഹനം, അതൊക്കെയായി ഇതുവരെ എത്താൻ സാധിച്ചു. ചലച്ചിത്ര നാടക നടൻ ശിവജി ഗുരുവായൂരിൻ്റെയും മറ്റ് കലാകാരന്മാരുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് പ്രൊഫഷണൽ നാടക മേഖലയിൽ ആദ്യകാലത്ത് മികച്ച തുടക്കം കുറിക്കാൻ സഹായിച്ചത്. പകരക്കാരനായി എത്തി പിന്നീട് പകരം വയ്ക്കാനില്ലാത്തയാളായി മാറി ടോണി പേരാമംഗലം. അത് ഞാൻ തുടങ്ങിയ ഈ പകരക്കാരനായി ഗുരുവായൂർ ബന്ധുരയുടെ അറിവിൻ്റെ തമ്പുരാന് ചെന്നതിന് ശേഷം പിന്നത്തെ വർഷം അവരെടുത്തത് പാഴൂർ പടിപ്പുര എന്ന് പറഞ്ഞ നാടകമാണ്. അന്ന് എന്നോട് രാജൻ കേൾക്കനാൽ സാറ് പറഞ്ഞത് ശിവജി ചേട്ടൻ്റെ അച്ഛൻ്റെ വേഷം തലക്കളത്തൂർ ഭട്ടതിരി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ 2 കാലഘട്ടം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. എനിക്കത് ടെൻഷനായിപ്പോയി. അപ്പം ശിവജി ചേട്ടൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല, നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. പിന്നീട് പകരം അതിൽ തന്നെ ചെറിയ ചെറിയ വേഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്നെ ഡ്യൂപ്പ് പോലെ നിർത്തി. പിന്നീട് സാറ് തന്നെ ഫിക്സ് ചെയ്ത് തന്നു. അങ്ങനെ പ്രൊഫഷണൽ അറിയപ്പെടാത്തൊരു ആൾ ഒരു വ്യത്യസ്തമായ 4 വിഗ് ഉണ്ടായിരുന്നു. എനിക്കത് കൃത്യമായ വിഗൊക്കെ ഓർഡറിൽ വെച്ചില്ലെങ്കിൽ സീനിൽ കയറാൻ പറ്റില്ല. അപ്പം അതിനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നത് വളരെ കേരളത്തിലെ നമ്പർ 1 നടീനടന്മാരായതുകൊണ്ട് തന്നെ അവരെന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ 4 കഥാപാത്രം 5 വേഷം, അതായത് 2 വേഷം തലക്കളത്തൂർ ഭട്ടതിരി ഉണ്ടായിരുന്നു. അങ്ങനെ കഥാപാത്രം ചെയ്തപ്പോൾ കേരളത്തിൽ അറിയപ്പെടും. 28 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ നാടകത്തിന് കുറച്ചുകൂടി പ്രതാപകാലമാണ്. അപ്പോൾ ഈ പുതിയ ആൾ ആരാണെന്ന് ഡയറക്ടേഴ്സും എഴുത്തുകാരും എന്നെ അന്വേഷിച്ചു. അതുകൊണ്ട് ഞാൻ ഒരു പകരക്കാരനായി വന്നിട്ട് പെട്ടെന്ന് എസ്റ്റാബ്ലിഷായി പ്രൊഫഷണൽ നാടകത്തിൽ. അതിനുശേഷം നമ്മുടെ ചിറന്നൂർ ജയപ്രസാദ് സാറ്, ചിറനിളയുടെ സാറ് എന്നെ കണ്ടു. നാടകം കണ്ടതിന് ശേഷം സാറിൻ്റെ നാടകത്തിൽ ട്രൂത്ത് ഇന്ത്യ TV ചാനൽ എന്ന് പറയുന്ന നാടകത്തിൽ ലിറ്റിൽ മാസ്റ്റർ പ്രദീപ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു സെൻട്രൽ വേഷം പോലെ എനിക്ക് സാറ് തന്ന്. അതും കേരള ആ വർഷത്തെ ഹിറ്റ് നാടകമായിരുന്നു. അതിലെനിക്ക് കറുത്ത പുരസ്കാരമൊക്കെ അന്ന് മന്ത്രി ശർമ്മയിൽ നിന്ന് കിട്ടി. അതൊരു ചേഞ്ചായിരുന്നു. പിന്നീട് ഓരോ കഥാപാത്രങ്ങളും 10 പൈസ എന്ന് പറഞ്ഞ നാടകമായിരുന്നു വയലാർ നാടകവേദിയിൽ. അതിൽ 10 പൈസയായിട്ടായിരുന്നു ഞാൻ വേഷം ചെയ്തത്. പിന്നെ തിരുവനന്തപുരം സൗപർണിയുടെ ഇതിഹാസം, അത് 21 ക്യാരക്ടേഴ്സാണ്. ഞങ്ങൾ 7 പേരാണ് അഭിനയിക്കുന്നത്. അത് ഏകദേശം 560 വേദികൾ കളിച്ചു, കൊറോണയ്ക്ക് മുമ്പും പിമ്പായിട്ട്. അതിൽ 3 ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതും വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ സുകുമാരി എന്ന് പറഞ്ഞ നാടകത്തിലും 2 വ്യത്യസ്തമായ കഥാപാത്രം, മെലഡി മധു അതുപോലെ ചാർലി എന്ന കഥാപാത്രം ചെയ്യുന്നത്. അതിലിപ്പോൾ പ്രാദേശികമായിട്ട് 3-4 മികച്ച നടൻ്റെ അവാർഡ് കിട്ടി. വിശിഷ്യ തൃശ്ശൂർ ടാസിൻ്റെ അവാർഡ്, അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ. അത് ഈ വർഷത്തെ എനിക്ക് ലഭിച്ചു. പല നാടകങ്ങളുണ്ട്, പക്ഷേ എനിക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല ക്യാരക്ടേഴ്സാണ് ഈ 3-4 നാടകങ്ങളിൽ. നാടക മേഖലയ്ക്ക് പുറമെ സീരിയലിലും ടോണി പേരാമംഗലം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സീരിയലിൽ ചീഫ് സെക്രട്ടറി മേനോൻ, സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാത്സല്യം എന്ന സീരിയലിലെ DGP തുടങ്ങിയ വേഷങ്ങൾ അവയിൽ ചിലതാണ്. അഭിനയത്തിന് പുറമെ പ്രൊഫഷണൽ നാടക സംവിധാന മേഖലയിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഇദ്ദേഹം.
5 പ്രൊഫഷണൽ നാടകങ്ങൾ ഇത്തരത്തിൽ സംവിധാനം ചെയ്ത് നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ട് അനൗൺസ്മെന്റ് റെക്കോർഡിംഗ്, നാടകങ്ങളുടെ റെക്കോർഡിംഗ് എന്നീ മേഖലകളിലും ശ്രദ്ധ നേടിയ കലാകാരനാണ് ടോണി പേരാമംഗലം. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിലും നാടകവേദിയിൽ ചമയങ്ങളണിഞ്ഞ് മുടങ്ങാതെ എത്തിയ അനുഭവങ്ങളുണ്ട് ടോണി പേരാമംഗലത്തിൻ്റെ ജീവിതത്തിൽ. 2005 സ്വന്തം പിതാവിൻ്റെ വിയോഗത്തിൻ്റെ സമയത്ത് സംസ്കാരം കഴിഞ്ഞ് നേരെ പോയത് കൊടുങ്ങല്ലൂരിലെ വേദിയിലേക്കായിരുന്നു. 2022 സമാനമായ അനുഭവം വീണ്ടും. ഏപ്രിൽ 18 അമ്മയുടെ മരണം. അന്ന് തിരുവനന്തപുരം നാവായിക്കുളത്ത് നാടകാവതരണമുണ്ട്. പോകാതിരിക്കാൻ കഴിയില്ല. ആശുപത്രിയിൽ നിന്ന് അമ്മയുടെ ചേതനയറ്റ ശരീരം വീട്ടിലെത്തിച്ച് അദ്ദേഹം വേദിയിലേക്ക് പുറപ്പെട്ടു. അടുത്ത ദിവസം സംസ്കാരം നടത്തി വൈകിട്ട് വീണ്ടും മറ്റൊരു വേദിയിലേക്ക്. നാടകമെന്ന കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും സമർപ്പണവും അനേകം പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നേടിക്കൊടുത്തു. തൃശൂർ ടാസ് നാടകോത്സവത്തിൽ ലഭിച്ച മികച്ച നടനുള്ള പുരസ്കാരമാണ് ഏറ്റവും അഭിമാനത്തോടെ ഓർത്തിരിക്കുന്നത്. നാടകമേഖലയിലേക്ക് പുതിയ തലമുറ വേണ്ടത്ര താൽപ്പര്യം കാണിക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ അഭിനയിക്കാൻ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇത് രാത്രി ഞങ്ങൾ തമാശയ്ക്ക് പറയും കള്ളന്മാരുടെ ജോലിയാണ്. രാത്രി ഉറക്കുളപ്പും പകല് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉറങ്ങുന്നില്ല, എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു തൊഴിൽ മേഖല വളരെ റിസ്ക്കിയാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ശാരീരികമായിട്ട് തന്നെ അസ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിനുള്ള നമുക്ക് പൈസ കിട്ടുന്നില്ല, വലിയൊരു ശമ്പളം. അതായത് ഇത്രയും റിസ്ക് എടുത്തൊരു ജോലിക്ക് കിട്ടുന്ന ഒരു ഷോ കഴിഞ്ഞ് കിട്ടുന്നതിൻ്റെ സംഖ്യ വളരെ കുറവാണ്. ഒരു ഗാനമേള ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് 1.5 ലക്ഷം 2 ലക്ഷത്തിന് ഗാനമേള ബുക്ക് ചെയ്യുന്നു. അത് വന്ന് പാടുന്നവർ, നമ്മൾ മനസ്സ് മുഴുവൻ അർപ്പിച്ച് വേണം ഒരു നാടകം കളിക്കാൻ. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നാടകത്തിൽ ഡയലോഗ് സെറ്റും. ഇത് വളരെ ലൈവാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു 50,000 രൂപ റേറ്റ് പറഞ്ഞാൽ തന്നെ അത് 45 ആക്കാനും 40 ആക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഉള്ളത്. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം അതിന്ന് വേണം വീതം വയ്ക്കാൻ, അതിന്ന് വേണം ലോഡ്ജ് ബുക്ക് ചെയ്യാൻ, അതിന്ന് വേണം വണ്ടിയുടെ വാടക കൊടുക്കാൻ. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് തരാവുന്ന ഒരു പരിമിതിയുണ്ട് പൈസ. അപ്പോൾ വലിയൊരു തുക കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു മേഖല. അതുകൊണ്ടാണ് പുതിയ തലമുറ അതിലേക്ക് വരാത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പ്രേക്ഷകരായിട്ട് വരാത്തതിൻ്റെ കാരണം പലപ്പോഴും അച്ഛനും അമ്മയും നാടകങ്ങൾ കാണിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഈ സുകുമാരി നാടകം നമ്മൾ ഒരു അമ്പലത്തിൽ കളിച്ചപ്പോൾ അതിൻ്റെ അടുത്തിൽ ഹോസ്റ്റലുണ്ടായിരുന്നു, ലേഡീസ് ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് കുറച്ച് ആളുകൾ നാടകം കാണാൻ കുട്ടികൾ വന്നു. അവർ ഈ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടുകൂടി കാണുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരിനി നാടകങ്ങൾ കണ്ടിരിക്കുന്നു പറയണേ. പക്ഷെ അവരിനി കാണാൻ പോകുന്ന നാടകം ക്വാളിറ്റിയുള്ള നാടകമായിരിക്കണം, എങ്കിലേ അവർ വീണ്ടും നാടകം കാണും. അപ്പോൾ അവസരങ്ങളുണ്ട് അമ്പലപ്പറമ്പും അല്ലെങ്കിൽ പള്ളിപ്പറമ്പും. അതിലുപരി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകത്തെക്കുറിച്ച് അറിയാനും, നാടകം ഒരു വിഷയം അല്ലെങ്കിൽ കല ഒരു വിഷയമായി സ്കൂളിൽ ഒരു ദിവസം ഒരു പീരീഡ് പോലെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാവും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഫോണിൽ ഒരുപാട് സമയം കളയുന്നേക്കാൾ ഭേദം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിലേക്ക് മാറാൻ കുട്ടികൾക്ക് പ്രേരണയുണ്ടാവും. കുട്ടിക്കാലം മുതൽ നാടകമേഖലയോടുണ്ടായിരുന്ന ആവേശവും അഭിനിവേശവും ഒട്ടും ചോരാതെ വേദികളിൽ നിന്നും വേദികളിലേക്കും വേഷങ്ങളിൽ നിന്നും വേഷങ്ങളിലേക്കുമുള്ള ടോണി പേരാമംഗലത്തിൻ്റെ യാത്ര തുടരുകയാണ്. പിന്തുണയുമായി ഭാര്യ ജിൻസിയും മകൻ അലൻ ടോണി, മകൾ അനഘ ടോണി എന്നിവരും ഒപ്പമുണ്ട്. ATK ന്യൂസ്, പേരാമംഗലം.